നമസ്കാരം. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനുമാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, അവർ വർഗീയവാദികളാണ് എന്നൊരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ മറ്റു ചില ആളുകൾ ഇവിടെ ചർച്ചയാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപങ്ങളെ കുറിച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു മുസ്ലിം വിരോധിയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ചില ആളുകളുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഒരു പാവപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇടതുമുന്നണിയിൽ ഏതെങ്കിലും രീതിയിൽ കയറിക്കൂടുക എന്നതാണ് ലക്ഷ്യം എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വെള്ളാപ്പള്ളി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല ഉസ്താദുമാരും അവരുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്തയുടെ നിലപാടാണ് അത് എന്നുകൂടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങിയ സംഘടനകളുമായെല്ലാം ആദർശപരമായ വിയോജിപ്പുണ്ട്. ജമാഅത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൽ സമസ്തയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും സ്വന്തം പാർട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കാം. ഇത് സ്വതന്ത്ര രാജ്യമാണ്. അതിൽ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പരിഹസിക്കപ്പെടും. ജമാഅത്ത് എന്തിന് രാഷ്ട്രീയത്തിൽ വന്നു എന്നോ ആരെങ്കിലും സഖ്യം ചേർന്നോ എന്നൊന്നും പറയേണ്ടത് ഞാനല്ല, ഞാനത് പറയാറുമില്ല. സമസ്ത ജമാഅത്തുമായി കൂട്ടുകൂടിയാൽ എന്നോട് ചോദിക്കാം, അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ പ്രത്യേകിച്ച് കൂട്ടുകെട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടായാൽ എന്നോട് ചോദിക്കാം. അതിലപ്പുറം സമസ്തയും അതുപോലെ തന്നെ മുജാഹിദും തബ്ലീഗും ഒക്കെ അവരോടൊക്കെ ആശയപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. പക്ഷെ അവർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ, ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ കൊടുത്താൽ അതിലൊന്നും അഭിപ്രായം പറയേണ്ട ആള് ഞാനല്ല. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അതിനനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കട്ടെ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന വളരെ പക്വമായ ഒരു മറുപടിയാണ് ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്നത്, ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ. എന്തായാലും ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ തലേനാൾ പോലും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിനെതിരെ രംഗത്തെത്തിയ ചില ആളുകളുണ്ട്. അവർ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിൽ എന്നെ അവസരവാദിയായി ചിത്രീകരിച്ച ചില ആളുകളുണ്ട്. എന്തായാലും ഒരിക്കലും ഈ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും UDFും അല്ലെങ്കിൽ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കും ഒന്നും ഇവിടെ മതപണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളിൽ മതം കലർത്തരുത്, രാഷ്ട്രീയം എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് പറയാം, അത് അതിൻ്റെതായ രീതിയിൽ പറയണം. അല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങളോട് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഒരു കാര്യം കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയ ആളുകൾ അതിന്റെ ലാഭവും നഷ്ടവും അവർ തന്നെ അനുഭവിക്കണം. വേറെ ആരും നഷ്ടം സംഭവിച്ചാലും വേറെ ആരും അത് ഏറ്റെടുക്കാൻ വരില്ല. അതുപോലെ തന്നെ ലാഭം ഉണ്ടായാലും അത് ചോദിച്ചാലും അങ്ങോട്ട് വരില്ല. അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ ആരാണോ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത് അവരനുഭവിക്കണം എന്നാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയത്. എന്നാലും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നായന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് BJPയിലെ നായന്മാർ കാലുവാരി സവർണൻ ഇവിടെ ഈഴവന് വോട്ട് ചെയ്തില്ല, അതിന്റെ ഭാഗമായി 5 സീറ്റ് മാത്രമാണ് BDJS ലഭിച്ചത്, ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ പരാജയപ്പെട്ടു എന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ സങ്കടം. ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം BDJS എന്ന് പറയുന്ന പാർട്ടി ഇവിടെ NDA മുന്നണിയിലെ ഒരു പാർട്ടിയാണ്. ഈ NDA മുന്നണിയിലെ പാർട്ടിക്കുണ്ടായ ക്ഷീണം, നഷ്ടം, അതിൽ വല്ലാതെ വേവലാതിപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചത് എന്ന കാര്യം നമ്മളൊന്നും മറന്നുകൂടാ. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് മുന്നണി മാറ്റത്തെ കുറിച്ച് ആലോചിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണോ എന്നതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്താണോ ഉദ്ദേശിച്ചത് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിന് കൂടെയുള്ള ഒരു മറുപടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്നത്. കൂടെ കൂട്ടിയത് കൊണ്ടൊന്നും കുഴപ്പമില്ല, വെള്ളാപ്പള്ളി നടേശനെ കൂട്ടണ്ട എന്ന് പറയാൻ ഞാൻ ആളല്ല, അല്ലെങ്കിൽ സമസ്ത ആളല്ല. കൂടെ കൂട്ടിയാൽ അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ സ്വന്തമായി അനുഭവിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പിണറായി വിജയനെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം മറുപടികളിൽ നിന്ന്
പാഠം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.